ഹലോ ലോക മുസ്ലിങ്ങളെ, ഹിന്ദുക്കളെ, നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്, ഭയങ്കര ദൈവവിശ്വാസിയാണ്. എന്നാലോ ദൈവത്തിന് ഒട്ടും വിശ്വാസം ഇല്ലാത്തവരാണ്. എല്ലാവർക്കും ദൈവത്തിനെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. എന്നാലോ ഇവരാരും ദൈവവിശ്വാസമല്ലോ ഉള്ളവരില്ല. ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്നെ പറയുന്നവരെ നീ അവളെ പോയി കൊല വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ചുമ്മാ പുഴുക്കല തല്ലുകൂടുന്ന പോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുഴുക്കളാണ് തല്ലുകൂടുന്നത്. ഞാൻ പറയുന്ന മനസ്സിലുണ്ടോ? പുഴുക്കളെ നിങ്ങൾ തല്ലുകൂടല്ലേ എന്ന് പറയുന്നതാണ്. കാരണം യു പിയിൽ ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര ഏതാണ്ടോ അത്ഭുതം ചെയ്ത പോലെ പുള്ളി കിടന്നുകൊണ്ട് ബഹളം വെക്കണത്, ടി വി കയറി ഇരുന്നു കൊണ്ട് വർത്തമാനം പറയുന്നത്. എൻ്റെ പൊന്ന് യോഗിനാഥ് ചേട്ടാ, നിങ്ങളൊരു കാര്യം ഓർക്കണം. നിങ്ങളെ ആൾക്കാർ തന്നെ നിങ്ങളെ എന്തോരം തെറി പറയണമെന്നറിയോ? നിങ്ങളെ മാതാപിതാക്കളെ തെറി പറയുന്നു. ഇയാളെന്ത് തെറ്റ് ചെയ്തിട്ട്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നിന്റെ അമ്മയും അപ്പനെയും തെറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ പാവങ്ങൾ എന്നെ പിഴച്ചു പാവം. അവര് സന്ധ്യാനാമവും പിന്നെ കഴിച്ചും കൊണ്ട് അവിടെ ഇരിക്കുന്നവരായിരിക്കും നിങ്ങളൊക്കെ അപ്പനും അമ്മയും. അവർ പഴയ ആൾക്കാരില്ലേ, വർഗീയത്തിന് പോവില്ല. ഈ പുതിയതായിട്ട് ജനിച്ച ഈ മൈരന്മാരൊക്കെ വർഗീയതയ്ക്ക് പോണത് ചാണക സംഖ്യകൾ. പണ്ടത്തെ ഹിന്ദുക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുറം പഠിച്ചിട്ടുണ്ടെങ്കിൽ മറുകടം കാണിച്ചു കൊടുക്കും. ഇല്ലാത്തവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നവരാണ് ഹിന്ദുക്കൾ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അല്ല നിന്നെപ്പോലത്തെ വർഗീയ വിഷമല്ല. നീ എന്താ പറഞ്ഞ? ഞങ്ങളെ മൈക്കുകള്, മുസ്ലിംസിന്റെ മൈക്കുകളെല്ലാം അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം മറന്നു പോകുന്നു. നീ എന്നാ മറപ്പിക്കുന്നു പറ? 5 വർഷം കഴിഞ്ഞിട്ട് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷമല്ല, 50 വർഷമല്ല, 500 കൊല്ലമല്ല, 1000 കൊല്ലമല്ല, കോടിക്കൊല്ലമല്ല. ഇസ്ലാം മറക്കൂല. ഇസ്ലാം വാങ്കുളിന്റെ അർത്ഥം അങ്ങനെ തന്നെ ഉണ്ടാവും. ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് അതേ പഠിപ്പിക്കുന്നുള്ളൂ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഈ വാങ്കുളിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായതാ? നീ ചുമ്മാ കടന്നും കൊണ്ട് കുരയ്ക്കുന്നതിന് ഈ കൗസല്യ രാമ സന്ധ്യ പ്രവർത്തഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആരാന്ന് പറട്ടെ? കൗസല്യ രാമന് സന്ധ്യയ്ക്ക് പുരപ്പത്ത് കയറിയിരിക്കുന്ന അല്ല. കൗസല്യ രാമ സന്ധ്യ പ്രവർത്തഹേ, അത് പല പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ വാങ്കുവിളി, ഈ വാങ്കുവിളി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയോ? വാങ്കുവിളി എന്ന് പറയാൻ എന്താ പറയാ? ലാസ്റ്റ് പറയുന്നത് എന്തോട്ടെ? അസലാത്ത് ഖൈറുമീൻ എന്നഹു. അതേപോലെ ഈ കൗസല്യയിലും പറയുന്നുണ്ട്, അവസാനം പറയുന്നുണ്ട്, എല്ലാ കാര്യത്തിനും ദൈവമാം കർത്തവ്യം. എടാ, നിന്റെ ഉറക്കവും എല്ലാത്തിനും നിന്റെ ഭാര്യയും മക്കളെക്കാൾ എല്ലാം നല്ലതാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നനച്ച് അമ്പലത്തിൽ പോടാ. കിഴങ്ങന്മാരെ, സംഖ്യകളെ, അതാ പറയുന്നത് അതിനകത്ത്. പറഞ്ഞ മനസ്സിലുണ്ട്? ഈ കൗസല്യയിൽ ലാസ്റ്റ് പറയുന്നത് പറട്ടെ, ലാസ്റ്റിലാകുമ്പോൾ അതൊരു പ്രാർത്ഥന ഗാനം, അത് വാങ്കുവിളി പോലെയാണ്. വാങ്കുവിളി, നിന്റെ ദൈവം നിന്റെയാണ്, നിന്റെ ദൈവം നിനക്ക് വിശ്വാസം ഉണ്ടാവണം, നിന്റെ ദൈവമാണ് നിനക്ക് വല്ലത്. അല്ല, പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അല്ല രാമനും മറ്റവനൊന്നല്ല, നിനക്കൊരു ദൈവമുണ്ട്, ആ ദൈവമാണ് നിന്റെ വലിയത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അയ്യപ്പനല്ല നിന്റെ ദൈവം, അവരല്ല നിന്റെ ദൈവം, നിനക്കൊരു ദൈവം ഈശ്വരനുണ്ട്, ആ ഈശ്വരനെ നിങ്ങൾ വിളിക്കുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾക്ക് രാവിലെ പറയുന്നുണ്ട് അസലാത്ത് ഹൈറമീൻ എന്ന ഹോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയട്ടെ? അസലാത്ത് ഹൈറമീൻ എന്നത് രാവിലെ എഴുന്നേക്കട കിഴങ്ങന്മാരെ, നിങ്ങൾ വല്ലവന്റെ കള്ള് ഊമ്പിയിട്ട് വന്ന് കിടക്കാതെ വന്നിട്ട് കിടക്കാതെ പോയിട്ട് ഈ വാങ്ങ് വിളിക്കുമ്പോൾ കുളിച്ച് തന്നെ ചെയ്യുന്നേറ്റിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് നിങ്ങൾ ജോലി നോക്ക്. അതാണ് അതിന്റെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സുബേ വാങ്ങ് വിളിക്കുമ്പോൾ എല്ലാവരും കണ്ട ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കണ്ട ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടിയിട്ടില്ല വാങ്ങ് വിളിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞ പോലെ കൗസല്യ രാവിലെ അമ്പലത്തിൽ വെക്കുന്നുണ്ടല്ലോ, കൗസല്യ രാമ സന്ധ്യ പ്രവർത്തഹേ. അത് കേട്ടും കൊണ്ട് നിങ്ങൾ കണ്ട മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല കേട്ടോടാ. രോഹി ആദിത്യനാഥേ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? വർഗീയ സ്പിരിറ്റുള്ളവന്മാരെ, ഈ പ്രാർത്ഥന ഗാനം കേൾക്കുമ്പോൾ നിങ്ങൾ അടുത്തവരെ കൊല്ലാൻ വേണ്ടിയിട്ടില്ല. രാവിലെ കുളിച്ചനച്ചിട്ട് അമ്പലത്തിൽ പോയി തൊഴു, എന്നാലും നിന്റെ വിഷങ്ങൾ ഇറങ്ങുള്ളൂ.
ഈ കുളിക്കുമ്പല്ലേ നിന്റെ വിഷം ഇറങ്ങും. ആ ചന്ദനമൊക്കെ തൊടുമ്പോൾ ഒരു ചന്ദനവും കുറിയൊക്കെ തൊട്ട് കഴിയുമ്പോൾ ഒരു ദൈവഭക്തി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾ ഈ വിഷം കുത്തി വെച്ചാൽ നടക്കല്ലേ കേട്ടോ. ഒരു മൈക്ക് അയച്ചെന്നില്ല കൊണ്ട് ഇസ്ലാം പോകില്ലടാവേ. ഒരു മൈക്ക് നിങ്ങൾ അഴിച്ചു മാറ്റുന്നതിനെ കൊണ്ട് ഇസ്ലാം ഒരിക്കലും മാറൂല. ഇസ്ലാം സിന്ദാബായാണ്. എല്ലാവരും പാകിസ്ഥാൻ സിന്ദാബാ എന്നാണ്. പാകിസ്ഥാൻ സിന്ദാബാ എന്നിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരനത് പോവുള്ളൂ. പാകിസ്ഥാനിന് പേരിട്ടത് ബ്രിട്ടീഷുകാരനാണ് കേട്ടോ. പാകിസ്ഥാൻ സിന്ദാബാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരൻ ഓർത്തു. ഞങ്ങൾ ഒരുത്തൻ്റെയും മതത്തിൽ കയറി കൈ കടത്താൻ വിടുന്നില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം, വിഷം കുത്തി വെക്കാതെ നിങ്ങൾ രാവിലെ എന്നിട്ട് അമ്പലത്തിൽ പോകും. അല്ലാതെ ഒരു മൈക്ക് അഴിച്ചതിൽ കൊണ്ട് ഇസ്ലാം പോകുന്നില്ല. ഇസ്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഏകനാണ്, അവനെ വിളിക്കാവുള്ളൂ. ക്രിസ്ത്യാനികൾ പറയുന്നുണ്ടല്ലോ, ബന്ധിക്കോസുകാരെ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഓരോ ക്രിസ്ത്യാനികൾക്ക് ഓരോരോ ചില ക്രിസ്ത്യാനികൾക്ക് കുറേ ദൈവങ്ങളുണ്ട്. മാതാവുണ്ട്, യേശുക്രിസ്തുണ്ട്, പിന്നെ കത്തോലിക്ക, അങ്ങനെ കുറേ ദൈവമുണ്ട്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ജാക്കോറ്റുകാർക്ക് ഒരു ദൈവമുള്ളൂ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഒരു ദൈവത്തിനെ വിളിക്ക്, ഈശ്വരൻ, ഈശ്വര എന്ന് വിളിക്കൂ. ഈശ്വര, സർവീശ്വര, സർവേശ്വര എന്ന് പറഞ്ഞാൽ ഒരു ദൈവമാണ്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവമാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് നന്ദി, ദൈവത്തിന് നന്ദി, അത് സ്തോത്രം, ദൈവമേ നിനക്ക് നന്ദി, സ്തോത്രം. പറഞ്ഞു മനസ്സിലാവുന്ന അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയട്ടെ, സ്തോത്രം എന്നാണ്. ദൈവമേ നിനക്ക് നന്ദി എന്നാണ്. അല്ലാതെ വേറെ ഒരു അർത്ഥം വരുന്നില്ല കേട്ടോ. ഒരു മയക്ക് അഴിച്ചു വെച്ചെന്നുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഹാഫ് ഡേ.